ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ ഹോളിഡേ ആണ്, കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നേ. അപ്പം അന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10-15 ചെറിയുള്ളിയും 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കാം, ഒരു പീസ് ഇഞ്ചി, പിന്നെ ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയുള്ളി ഒരു 10-12 എടുക്കാം. ഇത്രയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി മിക്സിയിൽ ചെറിയ ജാറിലേക്ക് മാറ്റി ഒന്ന് ക്രഷ് ചെയ്ത് ആ ഒരു കൂട്ട് നമുക്കിനി എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി ഒന്ന് മൊരിച്ചൊന്ന് എടുക്കണം കേട്ടോ. ഒന്ന് ഫ്രൈ ആയി വരുന്ന പാകം വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അതൊന്നിരുന്ന് ഫ്രൈ ആയി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഞാൻ ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ചിക്കൻ ഒന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളിക്ക് ഒന്നും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള 3 സവാളയാണ്. ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ 4 വരേക്കാകാം. 1 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള അളവാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പം ഒരു 3 സവാള ചേർത്ത് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഞാൻ വൃത്തിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി കിട്ടിക്കോളും. നമുക്കിത് ആ ഒരു ചിക്കനൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആ ഫ്രൈക്കും ആ ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് എടുത്ത് മാറ്റി വെച്ചു. ഇനി ആ ഒരു ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു 1/2 കിലോളം ഉണ്ടാവും കേട്ടോ ആ ഒരു ചിക്കൻ. അതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ നേരത്തെ ഒരു ചിക്കൻ കറിക്ക് ചതച്ച് വെച്ചില്ല, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചതാണ്. അതൊന്നും കൂടെ മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ. അത് 1 ടേബിൾ സ്പൂൺ ചേർത്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടീസ്പൂൺ വിനാഗിരി ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. 1.5 തൊട്ട് 2 ടീസ്പൂൺ വരെ ആകാം. മുളക് പൊടിയാണ്, കാശ്മീരിയും നോർമൽ ചില്ലിയും കൂടെ ഒന്ന് കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മുളക് പൊടിയാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 1 ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 1/4 മണിക്കൂറെങ്കിൽ വെക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലത്. നന്നായിട്ട് മസാല ഒന്ന് പിടിച്ചു കിട്ടും. അപ്പോൾ ഞാൻ എന്താ മസാലയൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് നിർത്തിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ആ ഒരു സവാള ഒന്ന് ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് അടപ്പൊക്കെ ഒന്ന് മാറ്റി നോക്കുന്ന സമയത്ത് ഇത്രയും നന്നായിട്ട് ആ ഒരു ഉള്ളിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്യാൻ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണം നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്തെടുക്കാം. നമ്മൾ ഇത്രയും ഉള്ളി നന്നായിട്ടൊന്ന് മൊരിച്ചിട്ട് കറി വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീരെ വലുതുമില്ലാതെ തീരെ ചെറുതുമില്ലാത്ത ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി നിലത്തിന് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. തക്കാളി അങ്ങ് ഒരുപാട് അങ്ങ് ഉടഞ്ഞ് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ ചിക്കൻ കിട്ടി വരുന്ന സമയത്ത് തക്കാളി റെഡി ആയിക്കോളും. ഇനി ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മുളക് 1-2 എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 തൊണ്ടൻ മുളകും കൂടെ എടുക്കുന്നത്. നമ്മൾ ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ കിട്ടുന്ന ഒരു മുളകാണ് കേട്ടോ. ഒരു തൊണ്ടൻ മുളക് കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതൊരു 3 തൊണ്ടൻ മുളകും സാധാരണ 2 മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഇതാ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തെടുക്കാം. ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ ഇത്രയും. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർത്തെടുക്കണം. ആ ഒരു ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു ചിക്കൻ്റെ ഒരു നിറം ചെറുതായിട്ടൊന്ന് മാറി വരില്ല, ഒരു പിങ്കിഷ് കളർ മാറി ഒരു വൈറ്റിലോട്ട് എത്തുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്തെടുക്കാം. അപ്പോഴാണ് ചിക്കനിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ച് കിട്ടുന്നത്. സവാള നമുക്ക് പെട്ടെന്ന് വണ്ട് വരണമെന്നുണ്ടെങ്കിൽ ആ സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തെടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ ചേർത്തൊന്ന് ഇളക്കിയിട്ട് പിന്നെ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്ത് നോക്കാം. ഒരു 5-6 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്ത് നോക്കാം. ചിക്കനിൽ നല്ലോണം വെള്ളം ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചൊരു തിക്ക് ഗ്രേവി പോലെയൊക്കെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കേട്ടോ. ഒരു കാശ്മീരിയും നോർമൽ ചില്ലിയും കൂടെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ആ ഒരു മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്തെടുക്കാം. തിളച്ച വെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ചേർത്തെടുക്കാം. ഞാൻ അവിടെ ഒരു പച്ചവെള്ളം ചേർത്തെടുക്കുന്നുണ്ട്. ഒരു 1.5 to 2 കപ്പ് വരെയൊക്കെ ആകാം. നമ്മുടെ ഒരു കറിക്കനുസരിച്ചിട്ട് ചേർത്തെടുക്കാം.
എന്നിട്ട് ആ ഒരു വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 20 തൊട്ട് 25 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ, അടുക്കി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. പൊടികളൊക്കെ ചേർത്ത് നമ്മൾ വേവിക്കുന്നുണ്ട് തന്നെ പെട്ടെന്ന് അടിയിലോട്ട് പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലായിരിക്കും ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. പിന്നെ കുക്കറിലാണ് ഈ ഒരു കറി നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നെങ്കിൽ ഒരു 1 വിസിൽ കൊടുത്താൽ മതി. 3, 4, 5 വിസിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ പായസമായി പോകും കേട്ടോ. ഇതാകുമ്പം ഒരു 1 വിസിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ കറക്റ്റായിട്ട് റെഡിയായി കിട്ടിക്കോളും. ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് തന്നെ പ്രഷറൊക്കെ ഒന്ന് മാറിയിട്ട് അടപ്പം തുറന്ന് വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതിയാക്കും. കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഇതിലാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. 20 തൊട്ട് 25 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാക്കും. ചിക്കൻ റെഡിയായി കിട്ടിക്കോളും. കറി ഒന്ന് ഞാൻ റെഡി ചെയ്യാനോട്ട് മാറ്റി വെച്ചു. പിന്നെ ഇതാ ഫ്രൈക്ക് വേണ്ടിയിട്ടാണ് ഒരു കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അവർ ചിക്കൻ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിന്, പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അതൊന്ന് റെഡി ആവട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഞാൻ അപ്പത്തിനുള്ള മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ തലേദിവസം തന്നെ അരച്ച് വെച്ചിട്ടുള്ള മാവാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഒരുപാട് തവണ നമ്മുടെ പേജിലും ചാനലിലൊക്കെ ഒരുപാട് തവണ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കും. ഇതിപ്പോൾ നന്നായിട്ട് മാവ് പൊളിച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മാവ് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പം ഒന്നും കൂടെ ഒന്ന് ആ ഒരു അപ്പത്തിൻ്റെ മാവ് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിക്കോളും. നമ്മളെപ്പോഴും ഈ അപ്പത്തിൻ്റെ മാവ് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് പഴയ മാവ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ പുതിയ മാവ് അരയ്ക്കുന്ന സമയത്ത് അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് സെറ്റായി കുറുകി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൊണ്ട് ഇത്രയും മതി വെള്ളം. നമ്മൾ ഇനി വെള്ളം ഒഴിച്ചിട്ട് അതിനെ കുളാക്കണ്ട, ഇത്രയും മതി കേട്ടോ. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ റെഡി ആയിട്ടില്ല, ഏകദേശം ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് പാകമായിട്ട് കിട്ടണം. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും കുറച്ച് മല്ലിയിലൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കറിക്ക്. മല്ലിയില, പുതിന അല്ലല്ലോ, രമ്പ ഇല ഉണ്ടെങ്കിൽ ചേർത്തെടുക്കാം. പുതിന വേണ്ട കേട്ടോ കറിക്ക്. രമ്പ ഇല ഉണ്ടെങ്കിൽ ചേർത്തെടുക്കാം, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കറിക്ക്. ഇതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും ഞാൻ ഇളക്കിയതിന് ശേഷം അടച്ച് ഒരു ഫ്ലെയിം കുറച്ചങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് തിളച്ചതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞൊന്ന് കറക്റ്റായിട്ട് കിട്ടിക്കോളും. വെച്ച് ഫ്ലെയിം കുറച്ചങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതാ ഒരു ചിക്കൻ ഒന്ന് റെഡി ആയിട്ടില്ല, ഒരു സൈഡ് ഒന്ന് ആയി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ച് വെച്ചെടുക്കാം. 2 സൈഡും ഒരുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നന്നായിട്ട് ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരണം. ഇത് ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇതൊന്ന് ഉള്ളൊക്കെ ഒന്ന് റെഡിയായി വരാൻ വേണ്ടി, സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അതൊരു നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. നമ്മൾ എല്ലോട് കൂട്ടിയുള്ള പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും, നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള ഒരു കട്ട പീസൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വേവിച്ചെടുക്കണേ, എങ്കിലും നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. ചിക്കൻ കറിയുടെ എണ്ണയൊക്കെ തിളഞ്ഞ് പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഒരു ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഫ്ലേവർ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ബാച്ച് ചിക്കൻ ഫ്രൈ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റണം. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി. ചിക്കൻ കറി ഫൈനൽ ലുക്കാണ് കേട്ടോ. എണ്ണയൊക്കെ തിളഞ്ഞ് നല്ല പാകമായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്നും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് എടുത്തതാണ് വീഡിയോ. പിന്നെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ ഒരു ബോൺലെസ് പീസൊക്കെ വെച്ചിട്ട് ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് അടപ്പൊന്ന് മാറ്റി നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് മൊരിച്ചെടുക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. പിന്നെ അത് ആ ഒരു അപ്പം കൂടെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. മാവ് കോരി വെച്ച് ചുറ്റിച്ചൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയും അപ്പവും ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ റെഡിയാക്കി എടുത്തു. ഫ്രൈ ഒക്കെ റെഡിയായി, കറിയൊക്കെ എല്ലാം കൊണ്ട് ടേബിളിലൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കട്ടെ. ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ. അതിന് ശേഷമാണ് പെട്ടെന്നൊരു പ്ലാൻ വന്നത്, നമുക്ക് അങ്ങോട്ട് പുറത്തെങ്ങോട്ടെങ്കിലും പോകാമെന്ന്. പൂജ ഹോളിഡേയ്സിൽ ആ ഒരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അവധിയായിരുന്നു, വേറെ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഒരുപാട് തിരിച്ചു വരുന്ന സമയത്ത് ഒരുപാട് വൈകിയാലോ എന്നൊക്കെ കരുതിയിട്ടേ പെട്ടെന്ന് ഇതിനൊരു നെയ്ച്ചോറ് തട്ടിക്കൂട്ടി. ചിക്കൻ കറിയും ഫ്രൈ കൊണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഇതിനൊരു നെയ്ച്ചോറൊക്കെ തട്ടിക്കൂട്ടി. പിന്നെ പൈനാപ്പിൾ കൊണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത്രയൊന്നും താമസിച്ചിട്ടില്ലായിരുന്നു, പെട്ടെന്ന് തന്നെ അങ്ങെത്തി. ഒരു 30-35 മിനിറ്റ് കൊണ്ടുതന്നെ നമ്മൾ ആ ഒരു
സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാപ്പുകാട്, ട്രിവാൻഡ്രം കാപ്പുകാട് കോട്ടൂർ എന്നുള്ള എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. വൺ ഡേ ട്രിപ്പ് പോലേക്ക് ട്രിവാൻഡ്രം ഭാഗത്തുള്ളവർക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു കേട്ടോ. നല്ലൊരു സ്ഥലമായിരുന്നു. നമ്മൾ പോകുന്ന വഴികളിലൊക്കെ നല്ലൊരു സീനറിയൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു അഡൽട്ടിന് ഒരു 40 രൂപ അങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഒരാൾക്ക്. അങ്ങനെ നമ്മൾ 4 പേർക്കുള്ള എൻട്രി ഫീസ് എടുത്തിട്ട് നമ്മളിതാ ഉള്ളിലോട്ട് കയറുന്നുണ്ടേ. അപ്പോൾ ഒരുപാട് അങ്ങനെ ആനകളൊന്നും ഇല്ലായിരുന്നു, എങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഈ സുഖമില്ലാത്ത ആനകൾ, പിന്നെ അതുപോലെ തന്നെ ഈ മതപ്പാടിളകിയ ആനകളൊക്കെ അല്ലേ കൊണ്ടുവന്ന് പാർപ്പിക്കുന്ന സ്ഥലമാണ്. അതുപോലെ അമ്മ മരിച്ചു തൊട്ട് ബേബി എലിഫൻറ്റിൽ അമ്മ മരിച്ചുപോയ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ കുറേ ദൂരം ഇങ്ങനെ നടന്ന് കാണാനുള്ള പ്ലേസ് ഉണ്ടായിരുന്നു. നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലം, കുറച്ചിങ്ങനെ ഒരു പ്രകൃതി രമണീയമായൊരു സ്ഥലം എന്ന് തന്നെ പറയാം. വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് സൂപ്പറായിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ ഒരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, കുട്ടവഞ്ചിയും പെഡൽസ് ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുട്ടവഞ്ചിയാനായിട്ട് എടുത്തത്, അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് എടുക്കുന്നതാണ്. അപ്പം നമ്മൾ 4 പേർക്കും കൂടെ ഒരു 400 രൂപ അങ്ങാണ്ടാണെന്ന് തോന്നുന്നു, വലിയ ഓർമ്മയില്ല കേട്ടോ, അത്ര തന്നെ വരുള്ള ആ ഒരു റേറ്റ് ആണെന്ന് തോന്നുന്നു. നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ടീം ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു, അവർ വന്നതിന് ശേഷം അവർ ഇറക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് പിന്നെ കയറാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നേ. ആ ഒരു ടൈം കൊണ്ട് ഈ ആനയുടെ ഒരു കുളിസീനൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് കുട്ടവഞ്ചി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് പോകാം. അത് നെയ്യാർ ഡാമിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇതൊക്കെ. അതല്ലേ നമുക്ക് പോകാനുള്ള കുട്ടവഞ്ചി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതിലെങ്ങനെയൊക്കെ തപ്പിത്തടഞ്ഞ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നേ. കുറച്ച് പേടി ഉണ്ടായിരുന്നു കേട്ടോ, താഴ്ന്നു പോകുമെന്നൊക്കെ ഉള്ളത്. പക്ഷേ കുഴപ്പമില്ല, നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു. അവിടെ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു, തണുത്ത കാറ്റും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്തിന് ഇഷ്ടം പോലെ പ്ലേസ് ഉണ്ട്. നമ്മളൊക്കെ എവിടെയെങ്കിലും ദൂരെ സ്ഥലങ്ങൾ ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കയറുന്നത്. പക്ഷേ നമ്മൾ തൊട്ടടുത്തിന് ഈ ട്രിവാൻഡ്രത്തിന് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ നമുക്ക് കാണാനും റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം അതും ഒരു ഭംഗിയാണ്, ഇതും വേറൊരു ഭംഗിയാണ്. ജസ്റ്റ് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകാനൊക്കെ നമ്മളെ തൊട്ടടുത്തിന് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ട്രിവാൻഡ്രത്ത് തന്നെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ പോകുന്നെങ്കിൽ, അങ്ങനെ ഉറപ്പൊന്നും പറയുന്നില്ല, നമുക്ക് പറയാൻ പറ്റൂലല്ലേ, ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റൂല. സാധാരണ നമ്മൾ യാത്രയ്ക്ക് പോകുന്നത് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് റീലായിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു ഷോർട്സ് ആയിട്ടും നമ്മുടെ യൂട്യൂബിലായിരുന്നാലും ഇൻസ്റ്റയിലേക്കായിരുന്നാലും ഷോർട്സ് ആയിട്ട് റീലായിട്ടൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. മുന്നേ നമ്മളെ ചാനലിൽ ട്രാവൽ വ്ളോഗും കൂടെ ആയിരുന്നു. അപ്പോൾ എനിക്കത് അങ്ങ് വലുതായിട്ട് അങ്ങ് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ട്രാവൽ വ്ളോഗിൽ നിന്ന് അങ്ങ് മാറ്റിയിട്ട് വെറും ഷാനീസ് റെസിപ്പീസ് മാത്രമായിട്ട് ആക്കിയത് കേട്ടോ. പക്ഷേ ഇതെനിക്ക് കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് നല്ലൊരു പ്ലേസാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളവർ നെയ്യാർ ഡാം ആ ഒരു ഭാഗത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇത് നല്ലൊരു പ്ലേസ് ആയിരുന്നു, കൊള്ളാം. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ, പിന്നെ നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള ഒരു റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി എൻ്റെ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽഡ് റെസിപ്പി. ഞാൻ അത് ചെറിയ റീലായിട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ലോങ് വീഡിയോ വേണമെന്നുള്ളവർക്ക് അത് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള ചിക്കൻ കറിയാണ്. അതുപോലെ ഈ ഒരു സ്ഥലവും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ ഈ ഒരു കുട്ടവഞ്ചി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഒരു കുഞ്ഞ് എലിഫൻറ്റിനെ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നേ. അപ്പോൾ അവിടെ പോയ സമയത്ത് ഒരു ആന ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട്. പിന്നെ ചെറിയ ആനക്കുട്ടികളുണ്ടായിരുന്നു, ഇത്രയേ ഉള്ളേ, ഒരു 3 വയസ്സിൻ്റെയൊക്കെ ഒരു പ്രായമുള്ളതെന്നാണ് അവർ പറഞ്ഞത്. തീരെ കുഞ്ഞല്ല, ഒത്തിരി വളർന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര കളിയായിരുന്നു അവിടെ നിന്നിട്ട്, നല്ല രസമുണ്ടായിരുന്നുണ്ട് അതിൻ്റെ ഒരു കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.